നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കഥകളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിന് ബ്ലാക്ക് ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ഞാനിതുപോലെ ഒരു കഥകളിയുടെ ഫേസ് മാത്രമുള്ള ഒരു പിക്ചറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രിൻ്റ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം. ഇതിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ മാഗസിൻസോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അതിലെവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഇമേജ് ഞാൻ ഏകദേശം ഈ ഒരു ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പം ചുളിവുകളൊന്നും ഇല്ലാതെ, അതായത് ഈ ഒരു ഫേസിൽ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. ശ്രദ്ധിച്ചൊട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് സ്കെയില് വേണമെങ്കിൽ എടുക്കാം. അതല്ല ഏതെങ്കിലും കാർഡ്, ATM കാർഡ്, അങ്ങനത്തെ എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഫ്ലാറ്റാക്കി ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഗ്ലൂ ഒക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. ഈ എന്തെങ്കിലും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇമേജ് ആ ഒരു ബോട്ടിലേക്ക് ഒരു ചുളിവൊന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു ഇമേജ് അവിടെ ഉണങ്ങിയതിന് ശേഷം ഞാൻ റെഡ് പെയിൻ്റ് എടുത്തിട്ട് സ്പോഞ്ച് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും. അതായത് ഇങ്ങനെ പുകമയം പോലത്തെ ഒരു ടൈപ്പ് ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പം റെഡ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പം കഥകളിയുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഭാഗം റെഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു റെഡ് കളറ് കൊടുക്കാൻ കാരണം. ഇനി നമുക്ക് ആ ഒരു തലയുടെ ഭാഗത്ത് ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ബ്ലൂ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ നേവി ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. കാരണം ഈ ഒരു പിക്ചറിൽ തന്നെ ആ ഒരു തലയുടെ ഭാഗത്തൊരു വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് ലൈറ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ബ്ലൂ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ ഇതിൽ പണിയെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ബോട്ടിലിനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് ത്രെഡ് എടുത്തിട്ട് ഈ ഒരു നെക്ക് പോർഷനിൽ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നെക്ക് പോർഷനിൽ ചുറ്റി കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഫുള്ളായിട്ട് ചുറ്റുന്നില്ല. മേലത്തെ ബ്ലാക്ക് അവിടെ വെച്ചിട്ട് താഴെ കുറച്ചൊരു പോർഷനിൽ മാത്രമാണ് റെഡ് ചുറ്റി കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പണിങ് വേണമെങ്കിൽ നമുക്ക് കോർക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ആ റെഡ് വരുന്നില്ലേ, അവിടെ ഞാൻ ഇതുപോലെ ഒരു റെഡ് ത്രെഡും കൂടെ ഒന്ന് ചുറ്റുന്നുണ്ട്. ഒരു മുത്ത് അവിടെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ പോലത്തെ ബീഡ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ പണി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.